നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പോലീസ് കസ്റ്റഡിയിൽ വിട്ട അർജുൻ ആയങ്കിയുടെ പല്ലും നഖവുമൊക്കെ കൊഴിഞ്ഞു. പോലീസുകാരുടെ മുന്നിലിരുന്ന് കരച്ചിലിൻ്റെ വക്കിലാണ്. പാർട്ടി തന്നെ സഹായിക്കുമെന്നാണ് കരുതിയത് എന്ന് ചോദ്യം ചെയ്യാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരോട് അർജുൻ ആയങ്കി പറഞ്ഞു. താൻ അത്ര വലിയ ക്രിമിനലൊന്നുമല്ല, ക്രിമിനലായിപ്പോയതാണ്. അർജുൻ ആയങ്കിയുടെ വീരപരിവേഷം ആയങ്കിക്ക് സമൂഹ മാധ്യമങ്ങളിൽ മാത്രമല്ല ഗുണ്ടകൾക്കിടയിലും ഒരു വീരപരിവേഷമുണ്ടാക്കിയിരുന്നു. അതിൻ്റെ ഭാഗമായിരുന്നു അങ്ങ് കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള അർജുൻ ആയങ്കി ഫാൻസ്. നേരത്തെ പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് അർജുൻ ആയങ്കി ഫേസ്ബുക്കിലും മറ്റ് സമൂഹ മാധ്യമ ഇടങ്ങളിലുമൊക്കെ ഇട്ട പോസ്റ്റുകൾക്ക് വലിയ ലൈക്കുകളും ഷെയറുകളും കൊടുത്ത് ആയങ്കിക്കൊപ്പം കട്ടയ്ക്ക് നിന്ന ഒരു കൂട്ടർ. അവരുടെയൊക്കെ വീടുകളിലേക്ക് കേരള പോലീസ് ഇരച്ചെത്തിക്കൊണ്ടിരിക്കുന്നു. പലരും വീടുകളിൽ നിന്ന് മുങ്ങി. പോലീസ് ചോദ്യം ചെയ്യലിനായി ചിലരെ വിളിപ്പിച്ചു വരുത്തിയപ്പോൾ തങ്ങൾ തമാശയ്ക്ക് ചെയ്തതാണെന്നും ആയങ്കിയുമായി ഒരുവിധ ബന്ധമില്ല എന്നുമാണ് ചിലർ പറയുന്നത്. കേരള പോലീസിനെ വെല്ലുവിളിച്ച അർജുൻ ആയങ്കി ഒടുവിൽ പോലീസിൻ്റെ കയ്യിൽ കിടന്ന് പിടയ്ക്കുന്നു. മറുവശത്ത് സമൂഹ മാധ്യമങ്ങളിലടക്കം അർജുൻ ആയങ്കിക്ക് പിന്തുണ നൽകിയവരുടെ വലിയ പട്ടികയാണ് ഇപ്പോൾ പോലീസ് തയ്യാറാക്കിയിരിക്കുന്നത്. അർജുൻ ആയങ്കിയെ പിന്തുണച്ചവരുടെ നീണ്ട ലിസ്റ്റ് പോലീസ് തയ്യാറാക്കിയെന്നും അത്തരക്കാരുടെ വീടുകളിലേക്ക് പോലീസ് സേനയിലെ അംഗങ്ങൾ എത്തിത്തുടങ്ങിയെന്നും ADGP P. വിജയൻ പറയുന്നു. ആയങ്കി സൂപ്പർ സ്റ്റാർ ഒന്നുമല്ല, വെറും ക്രിമിനൽ മാത്രമാണ്. ആയങ്കിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുമ്പോൾ കയ്യിലുണ്ടായിരുന്നത് ഒരു വിവാഹ ഫോൺ മാത്രം. ഈ ഫോണിലാവട്ടെ സിം കാർഡ് പോലുമില്ല. പോലീസിനെ കബളിപ്പിക്കാൻ ശ്രമിച്ച ആയങ്കിയെ ഇപ്പോൾ ചുരുട്ടിക്കൂട്ടിയിരിക്കുകയാണ് കേരള പോലീസ്. ഫേസ്ബുക്കിലൂടെ വധഭീഷണിയും വെല്ലുവിളി പോസ്റ്റുകളും ഇട്ടത് താൻ തന്നെയെന്ന് പോലീസിന് മുന്നിൽ മൊഴി നൽകി അർജുൻ ആയങ്കി. പോലീസിൻ്റെ ചോദ്യത്തിന് മുന്നിൽ അണുവിട തെറ്റാതെയുള്ള ഉത്തരങ്ങൾ കൃത്യമായി ആയങ്കി കൊടുക്കുന്നു. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളിടാൻ പല സ്ഥലങ്ങളിൽ നിന്നുള്ള പൊതു വൈഫൈ ശൃംഖലകളാണ് താൻ ഉപയോഗിച്ചത് എന്ന് ആയങ്കി പോലീസിനോട് വിശദീകരിച്ചു. ഭീഷണി സന്ദേശങ്ങൾ അയക്കാൻ അർജുൻ ഉപയോഗിച്ച ഐഫോൺ ഇപ്പോൾ പോലീസ് കണ്ടെടുത്തു. അർജുൻ ആയങ്കിയെ പിടികൂടിയ അഭിഭാഷകയുടെ അപ്പാർട്ട്മെൻറ്റ്, ഈ അപ്പാർട്ട്മെൻറ്റിന് മുന്നിലുള്ള ഷൂ റാക്കിൽ നിന്നാണ് അർജുൻ ആയങ്കിയുടെ ഐഫോൺ കണ്ടെത്തിയത്. ഷൂ റാക്കിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു iPhone 16 ഫോൺ കണ്ടെത്തിയത്. അർജുൻ ആയങ്കിയെ പിടികൂടുമ്പോൾ അയാളുടെ കയ്യിലുണ്ടായിരുന്ന വിവോ ഫോണിൽ നിന്നല്ല സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടത് എന്ന് പോലീസിന് അന്വേഷണത്തിൽ വ്യക്തമായി. തുടർന്ന് അർജുനെ വിശദമായി ചോദ്യം ചെയ്തു. ഫേസ്ബുക്ക് കുറിപ്പുകളിട്ട മൊബൈൽ ഫോൺ എവിടെ എന്നതായിരുന്നു പോലീസിൻ്റെ മുഖ്യ ചോദ്യം. എറണാകുളത്ത് നിന്ന് കണ്ണൂരിലേക്ക് വരുമ്പോഴുള്ള പൊതു വൈഫൈ ഉപയോഗിച്ചാണ് താൻ പോലീസിനെ വെല്ലുവിളിക്കുന്ന പോസ്റ്റുകൾ തുടർച്ചയായി ഇട്ടത് എന്ന് പോലീസിനോട് വിവരിച്ചു. കസ്റ്റഡി കാലാവധി ആരംഭിച്ചതോടെ അർജുൻ ആയങ്കി ആകെ ചുരുട്ടുകൂടിയ നിലയിലാണ്. കണ്ണൂരിൽ ഇയാൾ ഒടുവ് ജീവിതം നയിച്ച പ്രധാന കേന്ദ്രങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കി. തളിപ്പറമ്പിലും പയ്യന്നൂരിലും പ്രതിയെ എത്തിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. ചോദ്യം ചെയ്യലിനോട് അർജുൻ ആയങ്കി കൃത്യമായി സഹകരിക്കുന്നില്ല എന്ന് പോലീസ് പറയുന്നു. തലശ്ശേരി സബ് ജയിലിൽ റിമാൻഡിലായിരുന്ന അർജുൻ ആയങ്കിയെ ചൊവ്വാഴ്ച രാവിലെയാണ് ചോദ്യം ചെയ്യലിനായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. കണ്ണൂർ സിറ്റി സൈബർ പോലീസിൻ്റെ ഹർജിയിൽ പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിച്ചതിനെ തുടർന്നാണ് കോടതിയിൽ ഹാജരാക്കിയത്. 5 ദിവസത്തെ പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ടുവെങ്കിലും മജിസ്ട്രേറ്റ് B. കരുണാകരൻ 3 ദിവസത്തെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ അർജുൻ ആയങ്കിയെ വിട്ടുകൊടുത്തിരിക്കുന്നത്. എല്ലാം ചെയ്തത് ഞാൻ തന്നെ. കോടതിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അർജുൻ ആയങ്കി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കീഴടങ്ങാൻ തൻ്റെ ഫ്ളാറ്റിലെത്തിയപ്പോഴാണ് അർജുൻ ആയങ്കി അറസ്റ്റിലായത് എന്ന് അഡ്വക്കേറ്റ് ഡെലിറ്റ ടൈറ്റസ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അർജുൻ ആയങ്കിയെ കണ്ണൂർ സൈബർ SHOയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. ആഭ്യന്തരമന്ത്രിയെയും പോലീസ് ഉദ്യോഗസ്ഥരെയും വെല്ലുവിളിച്ച് FB പോസ്റ്റ് ഇട്ടതിന് പിന്നിൽ മറ്റാരുടെയെങ്കിലും പ്രേരണയോ സമ്മർദ്ദമോ ഉണ്ടോ എന്ന് ചോദ്യം ചെയ്യലിൽ പോലീസ് പരിശോധിക്കുന്നു. തൻ്റെ FB അക്കൗണ്ട് മറ്റൊരു സുഹൃത്താണ് കൈകാര്യം ചെയ്തിരുന്നത് എന്ന് പോലീസ് പിടികൂടുമ്പോൾ അർജുൻ ആയങ്കി പോലീസിനോട് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ അതൊക്കെ തിരുത്തി. തൻ്റെ FB അക്കൗണ്ട് മറ്റാരും കൈകാര്യം ചെയ്തിട്ടില്ല. തൻ്റെ ഐഫോണിൽ നിന്നാണ് FB അക്കൗണ്ട് ഉപയോഗിച്ചിരുന്നതെന്നും അർജുൻ ആയങ്കി പോലീസിന് മുന്നിൽ കുറ്റസമ്മതം നടത്തി. തന്നെ കസ്റ്റഡിയിലെടുത്ത അഭിഭാഷകയുടെ അപ്പാർട്ട്മെൻറ്റിനു സമീപം ഷൂ റാക്കിൽ ഫോൺ ഒളിപ്പിച്ചു വെച്ച വിവരവും അർജുൻ ആയങ്കി തന്നെയാണ് പോലീസിനോട് വെളിപ്പെടുത്തിയത്. ചോദ്യം ചെയ്യേണ്ട രീതിയിൽ ചോദിച്ചപ്പോൾ
നല്ല മണിമണിയായി അർജുനായിക്ക് ഉത്തരം പറഞ്ഞു. തുടർന്ന് അതീവ രഹസ്യമായി പുലർച്ചെ നടത്തിയ തെളിവെടുപ്പിലാണ് അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിന് സമീപത്തെ ഷൂ റാക്കിൽ നിന്നും മൊബൈൽ ഫോൺ കണ്ടെടുത്തത്. കേസിലെ നിർണായക തെളിവാണ് ഈ മൊബൈൽ ഫോൺ. ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുമെന്ന് പോലീസ് പറയുന്നു. ആയങ്കിക്കെതിരെ കാപ്പ ചുമത്താനുള്ള നടപടികൾ വേഗത്തിലാക്കി. അർജുനായങ്കിയെ വെടിവെച്ച് പിടികൂടാനുള്ള നിർദ്ദേശമൊന്നും പോലീസ് നേതൃത്വത്തിൽ നിന്ന് നൽകിയിരുന്നില്ല എന്ന് പി വിജയൻ ADGP വ്യക്തമാക്കി. അതിനുള്ള റേഞ്ചൊന്നും ആ ലോക്കൽ ക്രിമിനലിനില്ല. ആയങ്കി എവിടെയാണ് എന്നതിൻ്റെ യഥാർത്ഥ വിവരങ്ങൾ പോലീസിന് നേരത്തെ തന്നെ അറിയാം. അയാൾ എവിടം വരെ ഓടുമെന്നായിരുന്നു ഞങ്ങൾ പരിശോധിച്ചത്. കൂട്ടത്തിൽ ആരൊക്കെയുണ്ട് എന്നറിയാൻ അയാളുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ വൈകിപ്പിച്ചു. നേരത്തെ തന്റെ സുഹൃത്ത് പ്രണവാണ് ഫേസ്ബുക്കിൽ കുറിപ്പുകളിട്ടത് എന്ന് അർജുനായങ്കി പോലീസിനോട് പറഞ്ഞിരുന്നു. എന്നാൽ അർജുനായങ്കി ആദ്യം പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് നടത്തിയത് എന്ന് വ്യക്തം. ആയങ്കി ഇപ്പോൾ പറയുന്നതും പോലീസ് പൂർണ്ണ വിശ്വാസത്തിലെടുത്തിട്ടില്ല. പോലീസിനെ വഴിതെറ്റിക്കാൻ പോലീസിനോട് സഹകരിക്കുന്നതായി അയാൾ അഭിനയിക്കുന്നതാണോ? വല്ലാത്തൊരു ക്രിമിനൽ സ്വഭാവവും മൈൻഡുമുണ്ട് അർജുനായങ്കിക്കെന്ന് പോലീസ് പറയുന്നു. ചോദ്യം ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് സഹകരിക്കുന്നു എന്ന ഭാവത്തിൽ വലിയ ലോഹ്യം കാട്ടും. എന്നാൽ വളരെ വിഭിന്നമായ സ്വഭാവമാണ് ആയങ്കിയുടേത്. തികച്ചും ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നൽ ആയങ്കിക്കുണ്ട്. പാർട്ടിയിൽ നിന്ന് കൂടുതൽ പിന്തുണയും സുരക്ഷയുമൊക്കെ ആയങ്കി പ്രതീക്ഷിച്ചിരുന്നു. ആയങ്കിയുടെ വീഴ്ച ഒരു ഓർമ്മപ്പെടുത്തലാണ്. പാർട്ടി സംരക്ഷണത്തിൽ നിന്ന് സമൂഹത്തെ വെല്ലുവിളിക്കുന്നവർക്കുള്ള കൃത്യമായ ഒരു ഓർമ്മപ്പെടുത്തൽ. ഇതൊരു മുന്നറിയിപ്പാണ് എന്ന് പി വിജയൻ പറയുന്നത് അതുകൊണ്ട് തന്നെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.